ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ലെക്ചറാണ്. എല്ലാവരും ഫസ്റ്റ് കണ്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇത് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കാണണം നിർബന്ധമായിട്ടും. എന്താ വെച്ചാൽ നമുക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ സമയം കുറവാണെങ്കിൽ നമുക്ക് തിരക്ക് കൂട്ടി മൊഡ്യൂൾ തീർക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ നമ്മൾ ഈ മൊഡ്യൂൾ കവർ ചെയ്തു, അടുത്ത മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ കോളേജ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ബാക്കിയുള്ളത് പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോട്ട്സ് ഇതിൻ്റെ നോട്ട്സിൽ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാലിഡിറ്റി ഓഫ് ഡാർസീസ് ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തെല്ലാം പറഞ്ഞത്, അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻസ് പറഞ്ഞു, അതുപോലെ ഡാർസീസ് ലോ പറഞ്ഞു, സീപ്പേജ് വെലോസിറ്റി, ഡിസ്ചാർജ് വെലോസിറ്റി രണ്ടിനും ഡിഫറൻസ് പറഞ്ഞു, അത് അതിൻ്റെ റിലേഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് വാലിഡിറ്റി ഓഫ് ഡാർസീസ് ലോ. അതായത് ഡാർസീസ് ലോ എപ്പോഴെല്ലാം വാലിഡ് ആവുന്നത് എപ്പോഴെല്ലാം. അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ കണ്ടീഷൻസ്. ഓക്കെ, നമുക്ക് പോയിന്റ് നോക്കാം, എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോ ലാമിനാർ ആണെന്ന് നമ്മൾ പറയുന്നത്, സോയിലിൻ്റെ കേസിൽ നമ്മൾ ഫ്ലോ ലാമിനാർ ആണെന്ന് പറയുന്നത് ഇഫ് റെയ്നോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ സോയിലിൻ്റെ സൈസ്, സോയിൽ പാർട്ടിക്കിൾസ് ഗ്രേറ്റർ ദാൻ 0.5 mm ആണെങ്കിൽ അതിൽ ടർബുലൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സൈസ് ഓഫ് പാർട്ടിക്കിൾ ഫോർ ദ ഫ്ലോ ടു ബി ലാമിനാർ ഈസ് അബൌട്ട് 0.5 mm. ഓക്കെ, അതിൽ കൂടുതൽ സൈസ് വരുമ്പോൾ അതിൽ ലാമിനാർ ആവണമെന്നില്ല, അതിൽ ടർബുലൻറ്റ് ഫ്ലോ ഉണ്ടാവാം. ഓക്കെ, പിന്നെ അതുപോലെ ഇൻ കേസ് ഓഫ് കോഴ്സ് ഗ്രൈൻഡ് സോയിലിൽ ഫൈൻ സാൻഡിലാണ് ലാമിനാർ ഫ്ലോ കാണുന്നത്. അതേസമയം കോഴ്സ് സാൻഡ് അല്ലെങ്കിൽ ഗ്രാവൽ ഓർ ബൗൾഡേഴ്സ് ഇതിൻ്റെ കേസിൽ ഫ്ലോ മേ ബി ടർബുലൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇൻ എക്സ്ട്രീംലി ഫൈൻ ഗ്രൈൻഡ് സോയിൽസ്, അതായത് ഫൈൻ ഗ്രൈൻഡ് സോയിലും എക്സ്ട്രീംലി ഫൈൻ ഗ്രൈൻഡ് സോയിൽസ്, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കൊളോയിഡൽ ക്ലേ. അതിൻ്റെ കേസിൽ ഇതിലെ വോയിഡ് സ്പേസ് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കേസിലും അതിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ വിൽ ബി വെരി ലെസ് ആയിരിക്കും. അതുകൊണ്ട് അതിൽ ലാമിനാർ ഫ്ലോ കണ്ടീഷൻ ആവണമെന്നില്ല. സോ ഡാർസീസ് ലോ മേ നോട്ട് ബി ആപ്ലിക്കബിൾ. ഡാർസീസ് ലോ ഈസ് നോട്ട് വാലിഡ് ഇൻ കേസ് ഓഫ് എക്സ്ട്രീംലി ഫൈൻ ഗ്രൈൻഡ് സോയിൽസ്. ഓക്കെ, ഇതെല്ലാം വാലിഡിറ്റി ഓഫ് ഡാർസീസ് ലോയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി. അതായത് പെർമിയബിലിറ്റി ഓരോ സോയിലിനും അതിൻ്റെ പെർമിയബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിലൊരു ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ പറയുന്നുണ്ട്. അതായത് ഹേഗൻ പോയ്സെല്ലി എന്ന് പറഞ്ഞൊരു ഡെവലപ്പ് ചെയ്തൊരു ഇക്വേഷന് നമ്മൾ പെർമിയബിലിറ്റി മാത്രം കൺസിഡർ ചെയ്യുന്നത്, നമ്മൾക്ക് ആവശ്യമില്ല. അത് വേറൊരു ഇക്വേഷനാണ്, അതിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നതാണ് പെർമിയബിലിറ്റിൻ്റെ ടേംസിൽ. അതായത് പെർമിയബിലിറ്റി വിൽ ബി പ്രൊപ്പോർഷണൽ ടു C gamma W by mu EQ by 1 plus C D square. ഓക്കെ, ഇതിൽ C എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടറാണ്, ഈ വോയിഡ് റേഷ്യോ, ഗാമ W യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, മ്യൂ വിസ്കോസിറ്റി ഓഫ് വാട്ടർ, D എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ്. ഓക്കെ, യൂഷ്വലി നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഓഫ് സോയിൽ സാമ്പിൾ എടുക്കുന്നത് എഫക്റ്റീവ് സൈസാണ്. ഓക്കെ, ഇതിൽ ഗാമ W ആൻഡ് മ്യൂ അത് രണ്ടും വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ അത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസാണ്. ബാക്കിയെല്ലാം വരുന്നത് സോയിലിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമുക്ക് പറയാം കെ എന്ന് പോയി ഒരു സോയിലിൻ്റെ പെർമിയബിലിറ്റി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ബോത്ത് സോയിൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫാക്ടേഴ്സായിട്ട് നോക്കാം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് കിട്ടും, അതുകൂടാതെയും വേറെയും ഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് പാർട്ടിക്കിൾ സൈസ് റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൽ ഇക്വേഷൻ നമുക്ക് അറിയാം കെ വിൽ ബി പ്രൊപ്പോർഷണൽ ടു D സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ വെച്ചിട്ട് കുറേ ഇക്വേഷൻസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ജിയോടെക്കിൽ നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അലൻ ഹെയ്സൺ ഇക്വേഷനാണ്. അലൻ ഹെയ്സൺ ഇക്വേഷനിൽ പറയുന്നത് K ഈസ് ഈക്വൽ ടു 100 D10 സ്ക്വയർ. D10 എന്ന് പറയുന്നത് എഫക്റ്റീവ് സൈസ് ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, പിന്നെ അതുപോലെ പെർമിയബിലിറ്റി ഓഫ് കോഴ്സ് ഗ്രൈൻഡ് സോയിൽ വിൽ ബി മോർ കമ്പയർഡ് ടു ഫൈൻ ഗ്രൈൻഡ് സോയിൽസ്. നെക്സ്റ്റ് ഫാക്ടർ
പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് കെ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗാമ ഡബ്ല്യു ബൈ മ്യൂ ആണ്. അതായത് കെ വിൽ ബി പ്രൊപ്പോർഷണൽ ടു യൂണിറ്റ് വെയിറ്റും അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും. ഓക്കെ, അതായത് വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ അതിൻ്റെ കെ വാല്യൂ അല്ലെങ്കിൽ പെർമിയബിലിറ്റി കുറവായിരിക്കും. കൂടുതൽ തിക്കായിട്ടുള്ള വാട്ടറിൽ, കൂടുതൽ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ പെർമിയബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഒരു കേസും പറയാം ആ സെയിം പോയിന്റ് വെച്ചിട്ട്. അതായത് ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ് പെർമിയബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. എന്തുകൊണ്ട്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി ഓഫ് വാട്ടർ വിൽ ഡിക്രീസ്. അപ്പോൾ പെർമിയബിലിറ്റി കൂടും. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്. അതിൽ പെർമിയബിലിറ്റി ഓഫ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ വിൽ ബി മോർ കമ്പയർഡ് ടു ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. ഫ്ലോക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു കേസാണ്. നമ്മൾ ഫൈൻ ഗ്രൈൻഡ് സോയിലിൽ അല്ലെങ്കിൽ ക്ലേൻ്റെ കേസിൽ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറായിരിക്കും ഉണ്ടാകുന്നത്. അതായത് സൈഡ് ടു എൻഡ് ടു സൈഡ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഫിഗറിൽ കാണുന്നുണ്ട്, അതിനാണ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് അതിൽ ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറായിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ പെർമിയബിലിറ്റി ഉണ്ടാകുന്നത് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിലായിരിക്കും. ഓക്കെ, അതുപോലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പെർമിയബിലിറ്റി കുറവാകും. വോയിഡ് റേഷ്യോ കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ക്യൂ ബൈ 1+c. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, അത് ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലായിരിക്കും കൂടുതൽ പെർമിയബിലിറ്റി കമ്പയർഡ് ടു എ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിൽ വോയിഡ് സ്പേസ് അല്ലെങ്കിൽ എയർ വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിന് ആയിരിക്കും കൂടുതൽ പെർമിയബിലിറ്റി. അതിൽ എയർ വോയിഡ്സ് ഉണ്ടാവില്ല, എല്ലാ സ്പേസുകളിലും വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് ഫ്ലോ ഫ്രീ ആയിരിക്കും ഇൻ കേസ് ഓഫ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. അതുപോലെ അഡ്സോർബ്ഡ് വാട്ടർ, ഇപ്പം സോയിൽ പാർട്ടിക്കിൾസിൻ്റെ പുറത്തുണ്ടാകുന്ന വാട്ടർ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകിപ്പോവാത്ത അഡ്സോർബ്ഡ് വാട്ടർ, സോയിൽ പാർട്ടിക്കിൾസിൻ്റെ സർഫേസിലുണ്ടാകുന്ന സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന വാട്ടറാണ് അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ പെർമിയബിലിറ്റി വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. ഓക്കെ, ഇതുപോലെ ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, ഇതാണ് വേറൊരു പ്രോപ്പർട്ടി, ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു പെർമിയബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു പ്രോപ്പർട്ടി, ഷേപ്പ്. അതായത് ഇൻ കേസ് ഓഫ് റൗണ്ടഡ് പാർട്ടിക്കിൾസിൽ പെർമിയബിലിറ്റി വിൽ ബി മോർ കമ്പയർഡ് ടു ആംഗുലർ പാർട്ടിക്കിൾസ് ആംഗുലർ ആണെങ്കിൽ പെർമിയബിലിറ്റി കുറവായിരിക്കും. അത് കൂടുതൽ ഡെൻസറായിട്ട് നിൽക്കും ആംഗുലർ പാർട്ടിക്കിൾസ്. അതേസമയം റൗണ്ടഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ വോയിഡ്സ് കൂടുതലായിരിക്കും, അതുകൊണ്ട് പെർമിയബിലിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ.